തെരഞ്ഞെടുപ്പ് ആസന്നമായ രാജസ്ഥാനിലെ അൽവറിൽ വർഗീയ ധ്രുവീകരണ നീക്കം ശക്തമാക്കുകയാണ് ബി.ജെ.പി. ഗോരക്ഷയുടെ പേരിൽ അൽവർ മേഖലയിൽ തുടർന്ന ഹത്യകളെ പരസ്യമായി പ്രോത്സാഹിപ്പിച്ചാണ് അൽവർ സിറ്റി ബി.ജെ.പി. എം.എൽ.എ. ബൻവാരിലാൽ സിംഗാൾ അടക്കമുള്ളവരുടെ പ്രവർത്തനം. ഗോരക്ഷാ ഗുണ്ടകൾ അടിച്ചുകൊന്ന റഖ്ബർ ഖാനും ഉമർ ഖാനും ഉൾപ്പെടെയുള്ളവർ ക്രിമിനലുകളാണെന്നും കൊല്ലപ്പെടേണ്ടവരാണെന്നും സിംഗാൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. രാജസ്ഥാനിൽ ഏറെ രാഷ്ട്രീയ സാമൂഹ്യ പ്രാധാന്യമുള്ള മേഖലയാണ് അൽവർ എന്നത്. ഉത്തർപ്രദേശുമായും ഹരിയാനയുമായും അതിർത്തി പങ്കിടുന്ന ഒരു ഇടമാണ് ഇത്. ക്ഷീര കർഷക വൃത്തിയാണ് ഈ മേഖലയിലെ സാധാരണക്കാരിൽ അധികം പേരും ചെയ്തു വരുന്നത്. അതാകട്ടെ മുസ്ലിങ്ങൾ വലിയ അളവിൽ ആ ക്ഷീര കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അൽവർ. ഇത്തരമൊരു സാമൂഹിക രാഷ്ട്രീയ ജീവിത അന്തരീക്ഷം ഉപയോഗപ്പെടുത്തിയാണ് ഈ മേഖലയിൽ ബി.ജെ.പി. അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി വരുന്നത്. ഇതിനിടയിലാണ് ബി.ജെ.പിയുടെ അൽവർ സിറ്റി എം.എൽ.എ. കൂടിയായ ബൻവാരിലാൽ സിംഗാൾ വളരെ ശക്തമായ രീതിയിൽ ഗോരക്ഷയുടെ പേരിലുള്ള അതിക്രമങ്ങളെയും കൊലപാതകങ്ങളെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഉമർ ഖാൻ, റഖ്ബർ ഖാൻ തുടങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ അൽവർ മേഖല കേന്ദ്രീകരിച്ച് കൊല്ലപ്പെട്ട ഗോരക്ഷ ഗുണ്ടകൾ അതിക്രമിച്ചു കൊന്ന ആളുകളൊക്കെ കുറ്റവാളികളായിരുന്നുവെന്നും അവർ യഥാർത്ഥത്തിൽ വലിയ അളവിൽ പശുക്കളെ കൊണ്ടുപോയി കശാപ്പ് ചെയ്യുകയും അവയുടെ ഇറച്ചി വിൽക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മീഡിയ വണ്ണിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു സിംഗാൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ये बिल्कुल गलत बात है कि गोरक्षक के नाम पर इनोसेंट लोगों पर बिल्कुल भी नहीं हुआ है. रकबर और उमर ये दोनों जिस तरह से पुलिस के सामने आमने मुठभेड़ करने के चक्कर में उनकी मौत हुई है, वो मेरा मानना है कि अगर पुलिस मरेगी थोड़ी, पुलिस गोली थोड़ी खाएगी. अगर गुंडे बदमाश ऐसे पुलिस पे गोली चलाकर भाग जाएंगे तो फिर पुलिस किस बात की है? सामना करना पड़ेगा. ये पुलिस ने अच्छा काम किया, ब्रेवरी की है. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ കീഴിൽ നടന്നു വരുന്ന ഏറ്റുമുട്ടൽ കൊലകൾ അതൊന്നുപോലും വ്യാജമല്ല എന്നും ഗുണ്ടകളെ പോലീസ് അവിടെ വധിക്കുന്നത് തികച്ചും നിയമവിധേയമാണ് എന്നുള്ളതാണ് അദ്ദേഹം ന്യായീകരിക്കുന്ന മറ്റൊരു കാര്യം. या आमने सामने भिड़ंत में कोई मारा जाता है, वो बिल्कुल भी डिफरेंट चीज है. लेकिन ये कहना कि गुंडे बदमाशों का सीधा एनकाउंटर, मैं इसमें ना मेरे विश्वास भी नहीं करता योगी जी ने ऐसा किया होगा. योगी जी बहुत सुलझे हुए राजनेता हैं. ഇത്തരത്തിലാണ് അൽവർ മേഖലയിലെ ബി.ജെ.പിയുടെ നീക്കം. സംസ്ഥാനത്ത് 11 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയാണ് അൽവർ. ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 ഇപ്പോൾ ഭരിക്കുന്നത് ബി.ജെ.പിയാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ, അൽവറിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നിട്ട് കൂടി അവരെ പരാജയപ്പെടുത്തി വിജയിക്കാനായത് കോൺഗ്രസിന് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷ നൽകാൻ കാരണമായിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ടി കെ റാഷിദ്.